ക്രൈസ്തലോട് ഹല്ലേലൂയ. വേറൊരു അനുഭവം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ധ്യാനം കഴിഞ്ഞ് സിസ്റ്റി ഒരു സ്ഥലത്ത് വൺ ഡേ ധ്യാനം, ഏകദിന ധ്യാനം കഴിഞ്ഞ് ഞാനും പ്രേക്ഷിതരായിട്ട് വരികയാണ്. അപ്പോൾ ആ ഇടവകയിലുള്ള അവരുടെ ആ ടീം ലീഡറാണ് സിസ്റ്റിനെ കാർ ഓടിപ്പിച്ച് അവരുടെ കാറിലാണ് കൊണ്ടുവന്നാക്കുന്നത്. പ്രേക്ഷിതരുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു പ്രദേശത്ത് കൂടെ ഒരു ഇടവകയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രചോദനമാണ്. നമ്മൾ ഇവിടെ ഇവിടെ ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുടുംബമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ പ്രദേശം ഏതാണ്, ഏത് ദേശം, അല്ലെ ദേശം മനസ്സിലായി, പ്രചോദനം കിട്ടിയ ദേശം. പക്ഷെ എവിടെയാണ് വീട്, എന്താണ് പേര്, ആരോടാണ് ചോദിച്ചറിയുക? അപ്പം ഞാൻ ഈ കാർ ഓടിക്കുന്ന ടീം ലീഡറോട്, അവരുടെ ടീം ലീഡർ പറഞ്ഞു, നേരെ വേഗം വിഷമമുണ്ടാവോ, തിരിച്ചു പറയാം. ഇല്ലേ സിസ്റ്റർ, എന്തായിരുന്നു? അപ്പം നമുക്കിവിടെ ഒരു വീട്, പക്ഷെ പുറത്ത് മാതാവ് ഇവിടെയാണ് സന്ദേശം തരാം, പക്ഷെ പുറത്ത് ആരും, വീടുകളുടെ പുറത്ത് ആരെയും കാണുന്നില്ല. ഇതുപോലെ തന്നെ ഉച്ചയ്ക്കല്ല, ഒരു 4:30-5 മണി സമയമാണ്. ഈവനിങ് 4:30-5 മണി, ഏകദിനം കഴിഞ്ഞിട്ട് ഒരു 5 മണി സമയം. അപ്പോൾ വീടുകളിലൊക്കെ സാധാരണ സമയത്ത് പുറത്ത് ഉണ്ടാവേണ്ടതായത് ഒരാളെ പോലും അവിടെ പുറത്ത് കാണുന്നില്ല. വീടിന് പുറത്ത് അല്ലെങ്കിൽ വഴിയിൽ, റോട്ടിലൊക്കെ കാണണ്ടേ. വലിയ വലിയ വീടുകളാണ്, പക്ഷെ ആരുമില്ല. 4 മണി 5 മണി സമയം. അപ്പോൾ ഇങ്ങനെ കുറേ കാറിങ്ങനെ പോയി കഴിഞ്ഞു. ഒരു വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പരിസ്ഥലമ പറഞ്ഞു, മാതാവ് പറഞ്ഞു ഇവിടെ കാറ് നിർത്തിയിട്ട് പ്രേക്ഷിതരോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഡ്രൈവർ, ഈ ടീം ലീഡറോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ ഈ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത ഒരു വീടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാനും മാതാവിനെ കൈപിടിച്ച് അവിടെ ഇറങ്ങി, കാറിന് പുറത്ത് ഇറങ്ങി നിന്നു. അപ്പോൾ ഇവരവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീട് നമുക്കറിയില്ല, ഏത് വീട് എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ അവർ ചോദിക്കാൻ ചെല്ലുമ്പോൾ തന്നെ കണ്ട കാഴ്ച, അവിടെ ഈ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ വാടകയ്ക്ക് എടുത്തേണ്ടതൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, കസേരകൾ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഡൗട്ടായി, സിസ്റ്റി ഇവിടെ നിർത്താൻ പറഞ്ഞപ്പോൾ ഈ വീടാണെന്ന് അവർക്ക് സംശയം. അപ്പോൾ അവർ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റിയെ മാതാനും കൊണ്ട് ഒന്ന് വായോ, ആ വീട്ടുകാരിലെ മകൾ വിളിച്ചാൽ മാതാനും കൊണ്ട് ഒന്ന് വായോ, സിസ്റ്റിയെ ആരെയും അന്വേഷിക്കണേ, എന്താ അന്വേഷിക്കണേ എന്ന് ചോദിക്കുകയാണ് മറ്റുള്ളവർ. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ സിസ്റ്റിന് പെട്ടെന്ന് ഒരു സന്ദേശം കിട്ടിയതാണ്, ഇവിടെ ആത്മഹത്യ ചെയ്ത വീട് ഏതോ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഇത് തന്നെയാണ് ആ വീട്, നിങ്ങൾ ചോദിക്കാൻ വന്ന വീട് ഇത് തന്നെയാണ്, ഈ വീട്ടിലാണ് നടന്നേക്കണേ, ഇവിടെയാണ് നടന്നേക്കണത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വീട്ടിലുള്ള സ്വന്തക്കാർ ഭയങ്കര കരച്ചിലാണ്, എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. കഴിഞ്ഞിട്ട് 2-3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര കരച്ചിലാണ്. പിന്നെ നമ്മളോട് പ്രാർത്ഥിച്ചു, ആത്മഹത്യ ചെയ്തതിൻ്റെ എന്തൊക്കെയാണ് ഇനി ചെയ്ത് ആ ആത്മാവിനെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം, സ്വർഗീയ ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ മുറികളിലൂടെ എല്ലാം ഈ കുരിശ് പിടിച്ചു, പരിശുദ്ധ അമ്മയെ പിടിച്ച് ഒരു പ്രദക്ഷിണമായിട്ട് വെച്ചു, എല്ലാമുള്ള കന്നാവെള്ളം തെളിച്ചു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാ മെസ്സേജുകളും അവരോട് പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിച്ചു നമ്മൾ ആ ആത്മാവിനെ രക്ഷിക്കണം, ഇനി നമ്മൾ കരഞ്ഞ് വിലപിച്ച് കഴിയേണ്ട ദിവസങ്ങളല്ല, ആത്മാവിനെ എങ്ങനെ രക്ഷിക്കണം, അതായിരിക്കണം നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര സന്തോഷമായി, സമാധാനമായി. പിന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമായി. പ്രേക്ഷിതർ നേരെ വൈകാനും കുഴപ്പമില്ല എന്ന് അവർ തന്നെ പറഞ്ഞ് പിന്നെ വീടുകളിലേക്ക് പോയി. ഒരുപാട് സന്തോഷം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ റോമ 9:16 മനുഷ്യൻ്റെ കഴിവോ പ്രയത്നമോ അധ്വാനമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. വെളിപാടുകൾ, ശക്തമായ വെളിപാടുകൾ, ശക്തമായ പ്രചോദനങ്ങൾ, ഒന്നിനെയും നമ്മൾ തള്ളിക്കളയാറില്ല. പരിശുദ്ധാത്മാ പറഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും. അത് ഏത് ദേശത്തേക്കായാലും എവിടെയായാലും നമ്മളത് പോയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കുവാൻ. ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക ഏറ്റവും അധികമായിട്ട് സിസ്റ്റിനെ ഇപ്പോൾ കിട്ടുന്ന, ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു വരമാണ്. തനത് വിധിക്കായിട്ട് ഒരുക്കുക, ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളെ രക്ഷിക്കുക. അവരെല്ലാവരും ഒരു നിരാശയിലാണ്, ഒരു ഭയപ്പാടാണ്. മോളിക്കൊക്കെ ചെയ്ത മുറിയിലേക്കൊക്കെ പോകാൻ അവർക്ക് പേടിയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. അല്ലേ തന്നെ അയൽപക്കത്തുകാരൊക്കെ വന്ന് പേടിപ്പിച്ച്, എവിടെയാണ് സ്ഥലം, ആത്മാവിടെ നടക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പിച്ച് അവരെ ആക്കുന്ന ആ സമയത്താണ് മാതാവും വിശുദ്ധ കുരിശായിട്ട് സിസ്റ്റി ചെല്ലുന്നത്. എന്തായാലും ഇത്തരം പ്രവൃത്തികളിലൂടെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. അവർ ദൈവത്തിലേക്ക് വരുന്നു, ദൈവത്തെ വിളിക്കുന്നു, ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന, കുമ്പസാര ശക്തമായിട്ട് മുന്നോട്ട് ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ.
കർത്താവെ, വേദനിക്കുന്ന നിരാശയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവെ, അങ്ങ് കൂട്ടുകാരനായിട്ട്, കൗൺസിലറായിട്ട്, കംഫർട്ടറായിട്ട്, ഹീലറായിട്ട്, അഡ്വക്കേറ്റായിട്ട്, ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടായിട്ട് അങ്ങ് ഓടിച്ചെന്ന് കുടുംബങ്ങളെ രക്ഷിക്കണമേ. ആമീൻ.